ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. മെഡിക്കൽ ഓഫീസർ എക്സാംസിനും അതേപോലെ തന്നെ MD എൻട്രൻസിനും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, തൈറോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ ഈസ് സെക്രീറ്റഡ് ഫ്രം ഓപ്ഷൻസ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, ഹൈപ്പോതലാമസ്, അഡ്രീനൽ ഗ്ലാൻഡ്, തൈറോയിഡ് ഗ്ലാൻഡ്. അപ്പോൾ തൈറോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ ഏത് ഗ്ലാൻഡിൽ നിന്നാണ് സെക്രീറ്റ് ചെയ്തിരിക്കുന്നത്? ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, അതായത് ഹൈപ്പോതലാമസ്. തൈറോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യുന്നത് നമ്മുടെ ഹൈപ്പോതലാമസ് ആണ്. സിമിലർലി തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യുന്നത് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ആണ്. അതുപോലെ തന്നെ ഓർക്കേണ്ട മറ്റൊരു പോയിൻ്റാണ്, തൈറോക്സിൻ സെക്രീറ്റ് ചെയ്യുന്നത് തൈറോയിഡ് ഗ്ലാൻഡിൽ നിന്നാണ്. അപ്പോൾ 3 പോയിൻറ്റ്സ് ഇവിടെ പറഞ്ഞു. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് തൈറോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യുന്ന ഗ്ലാൻഡാണ്, അതാണ് ഹൈപ്പോതലാമസ്. അതുപോലെ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഉണ്ട്, മറ്റൊരു ഹോർമോൺ, അതിനെ സെക്രീറ്റ് ചെയ്യുന്നത് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ആണ്. തൈറോക്സിനെ സെക്രീറ്റ് ചെയ്യുന്നത് തൈറോയിഡ് ഗ്ലാൻഡാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്, സെൽ മെംബ്രെയിൻ ഈസ് പെർമിയബിൾ ടു വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ്? ഓപ്ഷൻസ് കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, N3, N2. അപ്പോൾ നമ്മുടെ സെൽ മെംബ്രെയിൻ ഇതിൽ ഏത് സബ്സ്റ്റൻസിനോടാണ് പെർമിയബിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ കാർബൺ ഡയോക്സൈഡ് ആണ്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ സെൽ മെംബ്രെയിൻ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ലിപ്പിഡ് ബൈലെയർ കൊണ്ടും അതിനോടൊപ്പം തന്നെ പ്രോട്ടീൻസ് കൊണ്ടുമാണ്. അപ്പോൾ ലിപ്പിഡ് ബൈലെയർ കൂടാതെ നമുക്ക് ഇൻ്റഗ്രൽ പ്രോട്ടീൻസ്, പെരിഫറൽ പ്രോട്ടീൻസ് തുടങ്ങിയ പ്രോട്ടീൻസും നമ്മുടെ സെൽ മെംബ്രെയിൻ്റെ സ്ട്രക്ചറിൽ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ലിപ്പിഡിനോട് പെർമിയബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസസ് വളരെ ഈസി ആയിട്ട് തന്നെ സെൽ മെംബ്രെയിനിൽ കൂടെ പാസ് ചെയ്തു പോകുന്നു. അങ്ങനെ പാസ് ചെയ്യുന്ന, അതായത് ലിപ്പിഡ്സിൽ ഈസി ആയിട്ട് ഡിസോൾവ് ചെയ്യുന്ന സബ്സ്റ്റൻസസ് ആണ് ഓക്സിജൻ, നൈട്രജൻ, കാർബൺ ഡയോക്സൈഡ്, ആൽക്കഹോൾ തുടങ്ങിയവ. അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ പറഞ്ഞിട്ടുള്ളതാണ് കാർബൺ ഡയോക്സൈഡ്. സോ ദ സെൽ മെംബ്രെയിൻ ഈസ് പെർമിയബിൾ ടു കാർബൺ ഡയോക്സൈഡ് because it is rapidly permeable or rapidly dissolving in the lipid bilayer. അതുകൊണ്ടാണ് കാർബൺ ഡയോക്സൈഡ് ഈസി ആയിട്ട് സെൽ മെംബ്രെയിനിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, പോസ്റ്റ്മോർട്ടം ലിവിഡിറ്റി ഗെറ്റ്സ് ഫിക്സ്ഡ് ആഫ്റ്റർ ഓപ്ഷൻസ് 4 to 6 hours, 6 to 8 hours, 8 to 10 hours, 10 to 12 hours. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോക്കാം എന്താണ് പോസ്റ്റ്മോർട്ടം ലിവിഡിറ്റി. പോസ്റ്റ്മോർട്ടം ലിവിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഡെത്ത് ഉണ്ടായതിന് ശേഷം നമ്മുടെ സ്കിന്നിലും അതുപോലെ ഓർഗൻസിലും ഒക്കെ ഉണ്ടാകുന്ന ഒരു ഡിസ്കളറേഷനാണ് പോസ്റ്റ്മോർട്ടം ലിവിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ചെറിയ ചെറിയ ബ്ലഡ് വെസൽസിൽ, അതായത് ക്യാപ്പിലറീസിലൊക്കെ ഫ്ലൂയിഡ് വന്ന് അക്യുമുലേറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു ഡിസ്കളറേഷൻ സംഭവിക്കുന്നത്. മെയിൻലി നമ്മുടെ ഡിപ്പെൻഡൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡിയിലാണ് ഈ ഒരു അക്യുമുലേഷൻ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡെത്ത് ഉണ്ടായതിന് ശേഷം 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു. പക്ഷേ നമ്മുടെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്ന അനുസരിച്ച് ആ ഒരു ലിവിഡിറ്റിയുടെ പൊസിഷനും ചേഞ്ച് ചെയ്ത് കാണപ്പെടുന്നുണ്ട്. ഇനി നമ്മുടെ പോസ്റ്റ്മോർട്ടം ലിവിഡിറ്റി ഫുള്ളായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് മരണത്തിന് 6 hours ശേഷമാണ്. ഇത് ഫുള്ളി ഫിക്സ്ഡ് ആയിട്ട് കാണപ്പെടുന്നത്. അതിനുശേഷം ഈ ഒരു ലിവിഡിറ്റി ചേഞ്ച് ചെയ്യുന്നില്ല, ആ ഒരു കറക്റ്റ് പൊസിഷനിൽ തന്നെ ആ ഒരു ഫിക്സേഷൻ അവിടെ സംഭവിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ബി ആണ്, 6 to 8 hours. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, റൈഗർ മോട്ടിസ് അഫക്ട്സ് വിച്ച് മസിൽ ഓഫ് ദ ബോഡി ഫസ്റ്റ്? ഓപ്ഷൻസ് സ്കിൻ, ഐ, ബ്ലാഡർ, ഹാർട്ട്. അപ്പോൾ നമുക്കിവിടെ എന്താണ് റൈഗർ മോട്ടിസ് എന്ന് നോക്കാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡെത്തിന് ശേഷം ഉണ്ടാകുന്ന ഒരു സ്റ്റിഫനിങ് ആണ്. സ്റ്റിഫനിങ് ഉണ്ട്, അതുപോലെ തന്നെ ഷോർട്ടനിങ് ഓഫ് മസിൽസും ഉണ്ട്. അപ്പോൾ അതാണ് റൈഗർ മോട്ടിസ് എന്ന് പറയുന്നത്. ഇത് ആദ്യം അപ്പിയർ ചെയ്യുന്നത് നമ്മുടെ ഇൻവോളണ്ടറി മസിൽസിനെയാണ്, അതിനുശേഷമാണ് നമ്മുടെ വോളണ്ടറി മസിൽസിനെ ഇത് അഫക്റ്റ് ചെയ്യുന്നത്. ഇതിനൊരു മെഡിക്കോ ലീഗൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് സൈൻ ഓഫ് ഡെത്ത് ആണ്. അതായത് ഏത് ടൈമിലാണ്, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ടൈമിനെ എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സൈനാണ് ഈ ഒരു റൈഗർ മോട്ടിസ് എന്ന് പറയുന്നത്.
ഇനി നമ്മൾ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു ഇൻവോളണ്ടറി മസിൽസിനെയാണ് ഫസ്റ്റ് അപ്പിയർ ചെയ്യുന്നത്, അതിനുശേഷമാണ് വോളണ്ടറി മസിൽസിൽ ഇത് അപ്പിയർ ചെയ്യുന്നത്. ഇനി വോളണ്ടറി മസിൽസിന് ഇതിനൊരു ഓർഡർ ഉണ്ട്, അല്ലെങ്കിൽ അതൊരു സീക്വൻസ് ഉണ്ട്. അത് ഫസ്റ്റ് അപ്പിയർ ചെയ്യുന്നത് നമ്മുടെ ഐലിഡ്സിനെയാണ്, മസിൽസ് ഓഫ് ഐലിഡ്സിനെയാണ് ആദ്യം അഫക്റ്റ് ചെയ്യുന്നത്. അത് ഒരു 3 to 4 hours തന്നെ മസിൽസ് ഓഫ് ഐലിഡ്സിനെ അഫക്റ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ ഫേഷ്യൽ മസിൽസിനെ ആയിരിക്കും അത് അഫക്റ്റ് ചെയ്യുന്നത്. അത് 4 to 5 hours ഫേഷ്യൽ മസിൽസിനെ ബാധിക്കുന്നത്. അതിനുശേഷം അത് നെക്ക് ആൻഡ് ട്രങ്ക് റീജിയനിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നു. അത് ഏകദേശം 5 to 7 hours കൊണ്ടാണ് സ്പ്രെഡ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ അപ്പർ എക്സ്ട്രീമിറ്റീസിലെ മസിൽസിനെ ആയിരിക്കും അത് ബാധിക്കുന്നത്. അത് 7 to 9 hours അത് അഫക്റ്റ് ചെയ്ത് കാണപ്പെടുന്നു. ആൻഡ് ദെൻ അത് നമ്മുടെ ലോവർ എക്സ്ട്രീമിറ്റീസിനെ ബാധിക്കുന്നു. അപ്പോൾ ഇത് വോളണ്ടറി മസിൽസിൻ്റെ ഒരു സീക്വൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടുത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇതിൻ്റെ അകത്ത് വോളണ്ടറി ആൻഡ് ഇൻവോളണ്ടറി മസിൽസ് നമുക്ക് ഓപ്ഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് നമ്മുടെ ഫസ്റ്റ് ഇൻവോളണ്ടറി മസിൽസിനെയാണ് റൈഗർ മോർട്ടിസ് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ്, ഹാർട്ടാണ് അതിൻ്റെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഗ്രീൻ യൂറിൻ ഈസ് സീൻ ഇൻ ദ പോയ്സണിങ് ഓഫ് ഓപ്ഷൻസ് കാർബോളിക് ആസിഡ്, സൾഫ്യൂറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പോൾ ഇതിലത്തെ ഏത് സബ്സ്റ്റൻസിൻ്റെ പോയ്സണിങ്ങിലാണ് നമുക്ക് ഗ്രീൻ യൂറിൻ കാണപ്പെടുന്നത്? അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ്, അതായത് കാർബോളിക് ആസിഡ്. അപ്പോൾ ഈ കാർബോളിക് ആസിഡിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കിഡ്നിയിൽ ഒരു നെഫ്രോടോക്സിക് ആക്ഷനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമുക്ക് യൂറിൻ സപ്രഷൻ ഉണ്ടാവുകയും അല്ലെങ്കിൽ ഒലിഗ്യൂറിയ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇനി ഈ യൂറിനിൽ കണ്ടെയ്ൻ ചെയ്യുന്ന ചില സബ്സ്റ്റൻസസ് ഉണ്ട്, അതായത് ആൽബുമിൻ, അതുപോലെ ബ്ലഡ് കാസ്റ്റ്, പിന്നെ അതുപോലെ ഹൈഡ്രോക്വിനോൺ, പൈറോകേറ്റക്കോൾ തുടങ്ങിയ ചില മെറ്റബോളിക് പ്രോഡക്ട്സും ഈ യൂറിൻ്റെ അകത്ത് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ പുറത്തേക്ക് എയറുമായിട്ട് എക്സ്പോഷർ ഉണ്ടാവുന്ന സമയത്ത് ഈ മെറ്റബോളിക് പ്രോഡക്ട്സ് ഓക്സിഡൈസ് ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ട് ഒരു ഡാർക്ക് ആയിട്ടുള്ള ഗ്രീൻ കളർ, ഒരു സ്മോക്കി ഗ്രീൻ കളർ എന്ന് നമുക്ക് പറയാൻ പറ്റും. യൂറിന് ഒരു സ്മോക്കി ഗ്രീൻ കളറായിരിക്കും അപ്പിയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ കാർബോൾ യൂറിയ എന്ന് വിളിക്കുന്നത്. ഇത് മാത്രമല്ല, ഈ കാർബോളിക് ആസിഡ് ഒരു മൈൽഡ് കൊറോസീവ് ഏജൻറ്റും കൂടെയാണ്. നമ്മുടെ സ്കിന്നിലും മ്യൂക്കസ് മെംബ്രെയിൻസിലും ഒക്കെ അഫക്റ്റ് ചെയ്യുന്ന ഒരു മൈൽഡ് കൊറോസീവ് ഏജൻറ്റും കൂടെയാണ് കാർബോളിക് ആസിഡ്. ഇനി നമുക്ക് ബാക്കിയുള്ള പോയ്സണിങ്ങിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യം തന്നെ സൾഫ്യൂറിക് ആസിഡ്. സൾഫ്യൂറിക് ആസിഡ് പോയ്സണിങ്ങിൻ്റെ ഫലമായിട്ട് നമുക്ക് ഭയങ്കര ബേണിംഗ് പെയിൻ ആയിരിക്കും ഉണ്ടാവുന്നത്. മാത്രമല്ല തേഴ്സ്റ്റ് ഉണ്ടാവുന്നു, ബ്ലാക്ക് കളേർഡ് ആയിട്ടുള്ള വൊമിറ്റും ഉണ്ടാവുന്നു. ഇനി ചോക്കി വൈറ്റ് ടീത്ത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇത് മാത്രമല്ല നമുക്ക് സിവിയർ ആയിട്ടുള്ള ഒരു അബ്ഡോമിനൽ പെയിനും അനുഭവപ്പെടുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റൊമക്കിൻ്റെ മ്യൂക്കോസയ്ക്ക് ഒരു ബ്രൗണിഷ് ഡിസ്കളറേഷനും കാണുന്നുണ്ട്. ഇത് കൊളാപ്സിലേക്കും കോമയിലേക്കും നമുക്ക് എത്തിച്ചേരുന്ന ഒരു കണ്ടീഷനാണ് സൾഫ്യൂരിക് ആസിഡ് പോയ്സണിങ്. ഇനി നൈട്രിക് ആസിഡ് പോയ്സണിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മ്യൂക്കസ് മെംബ്രെയിനും ടീത്തിനുമൊക്കെ ഒരു യെല്ലോ ഡിസ്കളറേഷൻ ആയിരിക്കും ഉണ്ടാവുന്നത്. മാത്രമല്ല വൊമിറ്റസിനും യെല്ലോ ബ്രൗൺ കളറായിരിക്കും കാണുന്നത്. യൂറിനാണെങ്കിൽ ബ്രൗൺ കളേർഡായിരിക്കും. ഇനി ഹൈഡ്രോക്ലോറിക് ആസിഡ് പോയ്സണിങ്ങിൻ്റെ അകത്ത് വൊമിറ്റിംഗ് വിത്ത് ബ്ലഡാണ് കാണപ്പെടുന്നത്. മാത്രമല്ല നമുക്ക് തേഴ്സ്റ്റ് ഉണ്ടാവുന്നു, അതുപോലെ ലിപ്സിനൊക്കെ എക്സ്കോറിയേഷൻ സംഭവിക്കുന്നു. ഇനി മ്യൂക്കസ് മെംബ്രെയിനൊക്കെ ഷ്രെഡ് ചെയ്ത് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ പോയ്സണിങ് പറയുന്നത്. അപ്പോൾ ഗ്രീൻ കളേർഡ് യൂറിൻ കാണുന്നത് കാർബോളിക് ആസിഡ് പോയ്സണിങ്ങിലാണ്.